രാഹുൽ മാങ്കൂട്ടം നഷ്ടപ്പെടുത്തിയത് സ്ത്രീകൾക്ക് കോൺഗ്രസിനോടുള്ള വിശ്വാസ്യത. പരാതി നൽകിയിട്ടും നടപടിയില്ല. അവസാന നിമിഷം വരെ തള്ളി പറയാതിരുന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തൽ. സൈബർ ഇടങ്ങളിലെ പ്രതികരണങ്ങളും പ്രതികൂലമായി മാറിയേക്കാമെന്ന് വിമർശനം. ലൈംഗികാരോപണ കേസുകളിൽ കോടതി വിധി വരുന്നതുവരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച കോൺഗ്രസ് നടപടി സ്ത്രീ വോട്ടർമാർക്കിടയിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. ശബരിമല വിവാദമുണ്ടായപ്പോൾ സർക്കാരിനെതിരെ സ്ത്രീകൾക്കിടയിൽ രണ്ടു പക്ഷമുണ്ടായതുപോലെയല്ല ഇക്കുറി സ്ത്രീകൾ നിലപാടെടുക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരെ സമൂഹത്തിൽ ഉയർന്ന വികാരങ്ങൾക്ക് മുകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൃദു നിലപാടെടുത്തതിലൂടെ കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നതെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇക്കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളും രാഹുൽ ഗാന്ധിയും ഇതുവരെ ഒരക്ഷരവും ഉരിയാടിയിട്ടില്ല. രാഹുലിനെതിരെ ആദ്യ വിവാദം ഉയർന്നപ്പോൾ തന്നെ അണിയറ കഥകൾ അറിയാവുന്ന കോൺഗ്രസ് നേതാക്കളായ സ്ത്രീകൾ തന്നെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് രംഗത്ത് വന്നിരുന്നു. അന്ന് അവരെ ഒറ്റക്കെട്ടായി എതിർക്കുകയും ശക്തമായ സൈബർ ആക്രമണം അഴിച്ചുവിടുകയുമാണ് ഉണ്ടായത്. സംഘടനാ ചുമതലയുള്ള AICC സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഭാര്യ ഉമാ തോമസ് MLA, ബിന്ദു കൃഷ്ണ, ഷാനി മോൾ, ഉസ്മാൻ താര, ടോജോ അലക്സ് അടക്കമുള്ളവർ ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോഴും സൈബർ വെട്ടുകിളിക്കൂട്ടത്തെ ഉപയോഗിച്ചവരെ നിശബ്ദരാക്കി. ഇതിനെതിരെ ഒറ്റപ്പെട്ട എതിർപ്പുകൾ ഉണ്ടായതൊഴിച്ചാൽ കോൺഗ്രസിന്റെ പുരുഷ നേതൃത്വം ഒട്ടാകെ മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരു നിമിത്തമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. കോൺഗ്രസിൽ കേരളത്തിലെ സ്ത്രീകൾക്കുള്ള വിശ്വാസം അപ്പാടെ ഇടിച്ചുകളയാൻ ഈ വിഷയം ഇടയാക്കിയിട്ടുണ്ട്. സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി നേതാക്കൾ പ്രതിരോധിച്ചപ്പോഴൊക്കെ സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടായാൽ നേതൃത്വം ഉണ്ടാകില്ലെന്ന ധാരണ പരക്കെയുണ്ടായി. ഇത് മറ്റു മുന്നണികൾ കാര്യമായി മുതലെടുക്കുകയും ചെയ്തു. സംഘടനാ ചട്ടക്കൂടുകൾ അഴിഞ്ഞു നിലം പൊത്താറായ കോൺഗ്രസിനെ പൂർണ്ണ നാശത്തിലേക്ക് നയിക്കാനേ ഇത്തരം നേതാക്കളുടെ നിലപാടുകൾ കൊണ്ട് കഴിയൂവെന്നാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. അമിതമായ രാഹുൽ സ്നേഹം മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ പോലും അന്ധരാക്കി മാറ്റിയെന്ന ചർച്ചയാണിപ്പോൾ നടക്കുന്നത്. ഇരകൾ ഒന്നൊന്നായി പരാതിപ്പെട്ടപ്പോൾ ഹൂ കെയേഴ്സ് എന്ന കുപ്രസിദ്ധ ഡയലോഗ് ഏറ്റുപിടിക്കുകയാണ് നേതാക്കളും ചെയ്തത്. അപ്പോഴൊന്നും സംസ്ഥാനത്തെ പാതിയോളം വരുന്ന സ്ത്രീ വോട്ടർമാർ എങ്ങനെ വിലയിരുത്തുമെന്നതിനെ കുറിച്ച് കോൺഗ്രസ് ചിന്തിച്ചില്ല. രാഹുലിനെതിരെ പേരിനു മാത്രം നടപടിയെടുത്ത ശേഷം ഇനി കോടതി പറഞ്ഞിട്ടാകാമെന്ന ഉഴപ്പൻ നിലപാടെടുത്തതിന് കാലം കോൺഗ്രസിനോട് കണക്ക് ചോദിക്കുമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തമായ സാന്നിധ്യമുള്ള സ്ത്രീകളും പറയുന്നുണ്ട്. പിച്ചു ചീന്തപ്പെട്ട പെൺമാനത്തിന് ലാഘവത്തോടെയാണ് വിലയിട്ടതെന്ന് രാഹുലിനെതിരായ വിധിക്ക് ശേഷം വന്ന പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാണ്. തുടക്കം മുതൽ കോൺഗ്രസിലെ യുവാക്കളും മധ്യവയസ്കരും വിരമിക്കൽ കാത്തിരുന്നവരും അടക്കം ഒരു കൂട്ടം നേതാക്കൾ രാഹുലിനെ കൈവിടില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞവരാണ്. അവരുടെ പിൻബലത്തിലാണ് സൈബർ വെട്ടുകിളിക്കൂട്ടം സ്ത്രീകൾക്കെതിരെ അഴിഞ്ഞാടിയത്. അവർ കൈക്കൊണ്ട നിലപാടുകൾ കേരളത്തിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന സ്ത്രീ സമൂഹം നോക്കിക്കണ്ടത് ഞെട്ടലോടെയാണ്. നാളെ തങ്ങളിൽ ഒരാൾക്ക് ഇതുപോലൊരു ദുരനുഭവം ഉണ്ടായാൽ അപ്പോഴും തങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടിയിൽ നിന്ന് സംരക്ഷണം കിട്ടാനിടയില്ലല്ലോ എന്നവർ ചിന്തിച്ചാൽ തെറ്റു പറയാനാകില്ലെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നേതൃത്വത്തോട് ഇക്കാര്യം ഉച്ചത്തിൽ ചോദിച്ച വനിതാ നേതാക്കൾ നട്ടെല്ല് പണയം വെച്ചല്ല തങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. രാഹുലിനെ കുറിച്ച് പരാതി പറഞ്ഞിട്ടും ഷാഫി പറമ്പിൽ മാനിച്ചില്ലെന്ന് കോൺഗ്രസ് സഹയാത്രിക പരസ്യമായി പറഞ്ഞപ്പോൾ അവർക്കെതിരെ വാളെടുക്കുന്ന സമീപനമായിരുന്നു ആദ്യം. കോൺഗ്രസിന്റെ സാംസ്കാരിക സംഘടനയുടെ ഗ്രൂപ്പിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്തു. അവർ നിലപാട് തുടരുകയും രാഹുലിനെതിരെ വിധി വരികയും ചെയ്തപ്പോൾ വീണ്ടും ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. പക്ഷേ ആ പുറത്താക്കൽ നൽകിയ സൂചന വൻ ചർച്ചയായി മാറി. റീൽസ് രാജകുമാരന്മാരെന്ന് പരസ്യമായി പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് യുവ നേതൃത്വം കോൺഗ്രസിനെ എത്തിച്ചു. പ്രശ്നപരിഹാരത്തിന് ജനപ്രതിനിധിയെ തേടിയെത്തുന്ന സ്ത്രീകളെ ദുഷിച്ച കണ്ണുകൊണ്ടൊഴിഞ്ഞ് അവരെ തനിക്കിരയാക്കി മാറ്റുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽമാരെ സംരക്ഷിക്കാൻ നേതൃപദവിയിലിരിക്കുന്നവർ എന്തിന് കച്ചമുറുക്കുന്നു എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ചർച്ചകളുടെ സാരം. പിതാവിനെ പോലെ നിലപാടെടുത്തു എന്ന് പറഞ്ഞ നേതാവാണ് ആ പരാതിയുടെ ഗൗരവം നിലനിൽക്കെ തന്നെ രാഹുലിനെ പാലക്കാട് മത്സരിപ്പിക്കാൻ ചുക്കാൻ പിടിച്ചത്. 9ഓളം പരാതികൾ KPCCക്ക് ലഭിച്ചെന്ന് പറഞ്ഞത് രമേശ് ചെന്നിത്തലയാണ്. ഇതെല്ലാം അറിയാമായിരുന്ന KPCC പ്രസിഡന്റ് അതിജീവിതം നൽകിയ പരാതി മാധ്യമങ്ങളിൽ വാർത്തയായതോടെയാണ് പോലീസിന് കൈമാറിയത്. മുകേഷ് രാഷ്ട്രീയത്തിലെത്തുന്നതിന് 12 വർഷങ്ങൾക്ക് മുൻപ് നടന്ന പീഡന പരാതിയുടെ പേരിൽ പ്രതിരോധിക്കുമ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെയും M വിൻസെന്റിന്റെയും കാര്യത്തിലുള്ള നിലപാട് എന്തെന്ന ചോദ്യത്തെ പ്രതിരോധിക്കാനും അവർക്ക് കഴിഞ്ഞില്ല. നടക്കാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയം UDFന്റെ വിജയ സാധ്യതകളെ സാരമായി ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.